നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോണത് വേഗൻ ആൾക്കാരെ കുറിച്ചാണ്. വേഗൻ ഈറ്റേഴ്സ്. അപ്പോൾ വേഗൻ ഈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പം ഡോക്ടർ പറയും നിങ്ങൾക്ക് വേഗൻ ആനിമൽസിൽ നിന്ന് വരുന്നൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേഗൻ ആയിക്കോ. പക്ഷേ ചിലർ ഈ വേഗൻ മോഡിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചിലർക്ക് 4 പേർ ഫ്രണ്ട് വെച്ചിട്ട് ഞാൻ വേഗനാണ് അല്ലെങ്കിൽ പക്ഷേ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കൺസിഡർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗൻ ആവാം, വെജിറ്റബിൾ ആവാം. സ്വയം അങ്ങ് വേഗൻ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നോൺ വെജ് കഴിക്കുന്നവരാട്ടോ. അപ്പം വേഗൻ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ വെജിറ്റബിളിൽ നിന്ന് കിട്ടുന്ന ഒരു പരിധി വരെയുള്ള പ്രോട്ടീനും കാൽഷ്യവും പിന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും ന്യൂട്രിയൻ വാല്യൂ എല്ലാം തന്നെ ഒരു പരിധി വരെ ഉള്ളൂ കേട്ടോ. അപ്പം പക്ഷെ നോൺ വെജിലാണെന്നുണ്ടെങ്കിൽ ചിക്കനിലും പിന്നെ സീ ഫുഡ്സിലും വേറെ ചിക്കൻ പ്രോട്ടീൻ കൂടുതലുള്ളതാണ്. പിന്നെ അതുപോലെ സീ ഫുഡ് നമ്മുടെ മത്തി പോലുള്ള ഐറ്റങ്ങൾക്ക് ഒമേഗ ഫാറ്റി ആസിഡ് 3 അങ്ങനെ ഫാറ്റി ആസിഡ് കൂടുതലുള്ള ഐറ്റങ്ങളാണ്. അപ്പം ഞാൻ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ ലൈഫിൽ വേണ്ടിയിട്ട് നിങ്ങൾ വേഗൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ മണ്ടത്തനമാണ്. നമ്മുടെ ആ വയസ്സ് ആ സമയത്ത് നമ്മൾ യങ്ങായിട്ടുള്ള പ്രായത്തിൽ നമ്മൾ നല്ലോണം കഴിച്ചാലേ നല്ല ആരോഗ്യമായിട്ട് സ്ട്രെങ്തൻ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വേഗം ചൂസ് ചെയ്യാം. നിങ്ങൾ വേഗം ചൂസ് ചെയ്യാൻ ഡോക്ടർ ഒന്ന് കൺസിഡർ ചെയ്യുക. മേ ബി എല്ലാവരും ചൂസ് ചെയ്യണത് തന്നെ ആഫ്റ്റർ 50 ഏജ് 60 ഏജ് കഴിഞ്ഞിട്ട് ഒരു ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരുവിധം ഹെൽത്തി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ അപ്പോൾ എന്തായാലും അപ്പം നല്ലപോലെ ആലോചിക്കുക. അപ്പം നിങ്ങളെ മീലാണ്, നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ബൈ.